ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങളിതാ ഒരു കല്യാണ പാർട്ടിക്ക് പോകണം. അപ്പോൾ വൈകുന്നേരം ആട്ടോടെ കല്യാണങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളിതാ ഇന്ന് അഞ്ചുമോളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഫ്രീ ആയ ദിവസമാണ്. അപ്പോൾ അങ്ങനെ ആനുവൽ എക്സാമൊക്കെ തീർന്നു അഞ്ജുവിൻ്റെ. ഇനി പയ്യെ റിസൾട്ട് ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇന്ന് ഹോളിഡേ ആരംഭിക്കുകയാണ് അഞ്ജുവിൻ്റെ. അപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് ഹോളിഡേ ഒക്കെ ഉണ്ട് അഞ്ജുവിന്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് കല്യാണ പാർട്ടി പോയി എൻജോയ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ആട്ടോ, പഠിച്ചു പോയ ഒരു സ്റ്റുഡൻറ്റിൻ്റെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകണം. ആൽവിൻ ഇവിടെ ഇല്ല, ആൽവിൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആൽവിന് മിസ് ചെയ്തായിരുന്നു കല്യാണ പാർട്ടിയൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കാണാം. ഞങ്ങൾ രാത്രി 8:30 മാരേജിനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മാരേജ് എന്ന് പറയുന്നത് മാരേജ് ഹാളിൽ വെച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാത്രി കാറിനാട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മാരേജ് ഹാളിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വേറെയും 1-2 ടീച്ചർമാരൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ കോട്ടേജിൽ നിന്നുള്ള എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. അവരൊക്കെ ഓരോരുത്തരായിട്ട് വന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ അടുത്ത ഫാമിലി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവര് ഞങ്ങളുടെ കോട്ടേഴ്സിൽ നിന്നുള്ള ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി വേറെയും ടീച്ചേഴ്സ് വരാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഈ സമയത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാരേജ് ഹാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ തന്നെ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവർക്കും വേണ്ടി. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന മറ്റു ടീച്ചേഴ്സും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവരും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളങ്ങനെ കുറച്ച് പേരൊക്കെ എത്തിയിട്ടോ. ഇനി കുറച്ച് പേര് വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നിന്ന സമയത്ത് ഇങ്ങനെ ഓർത്തു മാരേജ് ഹാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ഉള്ളിലേക്ക് കടന്നു പോകണം കേട്ടോ. അപ്പോൾ മാരേജ് ഹാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മണവാളൻ്റെയും മണവാട്ടിയുടെയൊക്കെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണവാട്ടി കേട്ടോ ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ മാരേജ് ഹാളിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കൂടെ കടന്ന് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാരേജ് ഹാള് നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് സമയമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ട് എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ഒരുമിച്ച്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പയ്യെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ഉള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ സെലക്ട് ചെയ്ത് കഴിക്കുന്നത്. ചിലർ മസാല ദോശ, ചിലർ ചാട്ട്, അങ്ങനെ ഡിഫറെൻ്റ് ഐറ്റമാണ്. ചിലർ ന്യൂഡിൽസ്, അങ്ങനെ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളത് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളതൊക്കെ എല്ലാവരും കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുമ്പ് പഠിപ്പിച്ച ഒരു ടീച്ചറെ കണ്ടു. അപ്പോൾ അങ്ങനെ ടീച്ചറായിട്ട് ഒരുമിച്ച് നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കട്ടോ. ഈ ഫാമിലിയും നമ്മുടെ കോട്ടേജിൽ നിന്നുള്ള ഫാമിലി കേട്ടോ, മലയാളി ടീച്ചേഴ്സാണ് ഇവരും. ഇവരൊക്കെ നിങ്ങൾ മുൻപത്തെ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സമയം കിട്ടിയപ്പോഴൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ടീച്ചറുമായിട്ട് നിന്ന് എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് റിട്ടയർഡായ ടീച്ചറാട്ടോ. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷന് കണ്ടപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ സാറുമാര് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവരുടെ ഗ്രൂപ്പ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നപ്പോ അങ്ങനെ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തത് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് നീങ്ങാണ്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ ഒത്തിരി ലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് മണ്ഡപം കാണാൻ പറ്റുന്നുണ്ടല്ലോ. കല്യാണ മണ്ഡപം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മണവാള ചെറുക്കനിരിക്കുന്നുണ്ട്. അവരുടെ എന്തോ ചടങ്ങും പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ മണവാട്ടിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം.
ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ മണവാട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകണ്. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ആ സമയത്ത് മേക്കപ്പ് കാര്യങ്ങളെല്ലാം നടക്കായിരുന്നു മണവാട്ടിയുടെ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് കാണാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി കാണാമെന്നും പറഞ്ഞ് അങ്ങനെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ മണവാട്ടിക്ക് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര സൗണ്ടിൽ മ്യൂസിക് വെച്ചേക്കാണ്. അപ്പോൾ ഇതാ കൊച്ചുകുട്ടികൾ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും മണവാട്ടിനെ പോയി കണ്ടിട്ട് താഴേക്ക് വരാമെന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും അങ്ങനെ ഇതാ മുകളിലത്തെ ഫ്ലോറിൽ എത്തിയിട്ടോ. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് ജസ്റ്റ് താഴേക്ക് നോക്കിയപ്പോൾ നല്ല വ്യൂ തോന്നി. അപ്പോൾ അങ്ങനെ എടുത്തൊരു ക്ലിപ്പ് കേട്ടോ അത്. ഞങ്ങളങ്ങനെ എല്ലാവരും എന്താ മണവാട്ടിക്കുട്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മണവാട്ടിനെ വിഷൊക്കെ ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ റൂമിൽ കുറച്ചിങ്ങനെ സൗകര്യക്കുറവുള്ളത് കൊണ്ട് തന്നെ പിന്നെ മണവാട്ടിനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വരാന്തയിലേക്ക് കടന്നു. കാരണം എല്ലാവർക്കും കൂടെ നിൽക്കാനുള്ള സ്പേസ് ഒക്കെ അവിടെ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റെയും പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ പുറത്തേക്ക് വരണം കേട്ടോ. വരാന്തയിൽ വന്ന് വീണ്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് മണവാട്ടിയായിട്ട് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞു. അതിന് ശേഷം കേട്ടോ നമ്മൾ വീട്ടിലേക്കൊക്കെ പോരുന്നത്. ഞങ്ങൾ മണവാട്ടിക്കുട്ടിയായിട്ട് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ 12th വരെ പഠിച്ചു പോയ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രത്യേക സ്നേഹവും കാര്യം കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷ് ചെയ്ത് കൺഗ്രാജുലേഷനൊക്കെ വിഷ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയപ്പോൾ മണവാള ചെറുക്കനെയും കാണാൻ പറ്റി. അപ്പോൾ ചടങ്ങും അവരുടെ പൂജകളൊക്കെ കഴിഞ്ഞ് മണവാള ചെറുക്കൻ അവിടെ താഴെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കറക്റ്റ് ടൈമിന് തന്നെ കാണാൻ പറ്റി. അപ്പോൾ ആളുടെ കൂടെയൊക്കെ നിന്ന് ഞങ്ങളും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ അവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മാരേജ് ഹാളിലേക്ക് താഴേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. അതുപോലെ നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ കൂട്ടി അതുപോലെ ഫാമിലി ആയിട്ടും ഒക്കെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ വീട്ടിലേക്കൊക്കെ തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 10-10:30 ആയിട്ടോ അവിടെ നിന്ന് തിരിച്ചപ്പോൾ അങ്ങനെ അതാ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും. പിറ്റേ ദിവസം ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണ്, ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇതാ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതാ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴും വീടിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് സ്റ്റെയർ കേസിലൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പിന്നെ ഇന്നിതാ ഉറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഓട്ടപ്പാച്ചിലാണ്, നമുക്ക് സ്കൂളിലേക്ക് പോകേണ്ട തിക്കും തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് ഒട്ടും തന്നെ സമയം കിട്ടിയില്ല. ഇപ്പം ഞങ്ങളിതാ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ അഞ്ജുവിന് ഇന്നോട്ട് കുറച്ച് ദിവസത്തേക്ക് ഹോളിഡേ ആണ്. നാളെ തൊട്ട് അഞ്ജുവിന് സമ്മർ ക്യാമ്പ് എന്നും പറഞ്ഞ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മെയ്യിലുണ്ടായിരുന്നു, മെയ് മാസം. അപ്പോൾ അതേപോലെ ഇപ്പം സ്കൂൾ അടച്ചിരിക്കുന്ന ഈ സമയത്ത് അവർക്ക് സമ്മർ ക്യാമ്പ് ഉണ്ട്. അപ്പോൾ അഞ്ജു ഡാൻസിനായിട്ട് മെയിൻ കൊടുത്തിരിക്കുന്നത്. പലർക്ക് പലതായിട്ടുണ്ട്, സ്പോർട്സ്, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, പിന്നെ ഗിറ്റാറ്, തബല, ഹാർമോണിയം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് 5 പേര് കൊടുത്തേക്കുന്നത് ഡാൻസിനാണ്. അപ്പോൾ നാളെ തൊട്ട് അഞ്ജുവിന് രാവിലെ തന്നെ ഡാൻസ് പ്രാക്ടീസിനായിട്ട് പോകണം, 7 മണി തൊട്ട് 9:30 വരെ. അപ്പോൾ അത്ര സമയം സ്കൂളിൽ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാം. അതാണ് അഞ്ജുവിൻ്റെ ടൈം ടേബിൾ. ഇനി പിന്നെ ഹോളിഡേ എൻജോയ് ചെയ്യാം. ഞങ്ങൾക്ക് പക്ഷേ ഡെയിലി സ്കൂളിൽ പോകണം. ഇപ്പോൾ റിസൾട്ടിൻ്റെ വർക്ക്, പേപ്പർ ചെക്കിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2:30 വരെ ഞങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സാണ്. 2:30 കഴിഞ്ഞുമ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ 2:45 ആവും നമ്മൾ വീട്ടിൽ വരുമ്പോൾ.
അപ്പോൾ അങ്ങനെ ഇന്ന് ആ സ്കൂളിൽ പോയി വന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കുക്ക് ചെയ്ത് വെച്ചിട്ട് പോയത് ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവും പഴമായിരുന്നു. അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ഉപ്പുമാവ് ഞാനിങ്ങനെ ഒരു ബോക്സിലാക്കി ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഉപ്പുമാവും പഴവും രാവിലത്തെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച് ബാക്കി. പിന്നെ ഇത് ഞങ്ങളുടെ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള തോരനാട്ടോ, ഉപ്പേരി. അപ്പോൾ ഇത് നമ്മുടെ അമരപ്പയർ കൊണ്ടുള്ള ഉപ്പേരിയാണ്. തേങ്ങയൊക്കെ ഇട്ട് രാവിലെ തന്നെ വെച്ചതാണ് അമരപ്പയർ കൊണ്ടുള്ള ഉപ്പേരി. പിന്നെ എന്താണെന്ന് വെച്ചത്, പിന്നെ സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചോറ്. അപ്പോൾ ചോറിൻ്റെ കുക്കർ ഞങ്ങൾ റെഡിയാക്കി ഇങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ 5 മോളത് ഒരു മണി 1:30 ആകുമ്പോൾ 5 മോള് കുക്ക് ചെയ്ത് വെച്ചോളൂ. ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ 5 മോള് ഇന്ന് റൈസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കറി എന്ന് പറയുമ്പോൾ പരിപ്പ് കറി കേട്ടോ. നല്ല തിക്കായിട്ട് പരിപ്പ് കറി ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ പരിപ്പ് കറിയും പിന്നെ നമ്മുടെ തോരനും ചോറൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോകുന്നുള്ളൂ. കിച്ചണിലേക്ക് ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കിച്ചണിലേക്ക് കടന്നതേ ഉള്ളൂ. അന്നത്തെ പാത്രങ്ങളൊക്കെ കുറേ കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കണം. അപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ട് ഇനി ഒരുമിച്ച് കഴുകാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടിഫിനും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെയാണ്. എൻ്റെയും ചേട്ടൻ്റെയൊക്കെ ടിഫിൻ. അഞ്ചുവിന് പിന്നെ പോകണ്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല, അഞ്ചുവിന് ടിഫിൻ്റെ ഒന്നും ആവശ്യമില്ല. 5 വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കഴിച്ചോളൂ. പിന്നെ ഇന്നിതാ ഞങ്ങൾക്ക് ലഞ്ചിന് നമ്മുടെ UP-യിലത്തെ മുളകച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചർ കൂടെ നന്നതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഫുൾ മുളകായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ അങ്ങനെ മസാലയൊക്കെ നിറച്ചിട്ടുള്ള അച്ചാർ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായി ഇങ്ങനെ കിട്ടിയിട്ട് ഞാനങ്ങനെ എടുക്കില്ലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ചോറിന് ആ സമയത്ത് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു ഫുൾ മുളക്, ഈ മുളകിന് എരിവൊന്നുമില്ല കേട്ടോ. മുളകിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഈ മസാലയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ വലിയ വായുള്ള മുളകായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ നമുക്ക് നിറച്ച് അങ്ങനെയാണ് ഈ പിക്കിൾ ഉണ്ടാക്കണം. പക്ഷെ നല്ല ടേസ്റ്റി കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതോടനെ നമുക്ക് മുഴുവനെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് 2 പീസ് ആക്കുന്നുണ്ട്. ഒരു പീസ് ചേട്ടനും ഒരു പീസ് എനിക്ക്. അഞ്ചുവിന് വേണ്ടാന്ന് പറഞ്ഞു. അഞ്ചുവിന് ഈ പിക്കിള് കാര്യങ്ങളൊക്കെ ഇഷ്ടം കുറവാണ്. ഇങ്ങനെയായിട്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കണ ഇങ്ങനെ ഇതിൻ്റെ ഈ മുളകിൻ്റെ തന്നെ ഉള്ളിലുള്ള കുരുവും പിന്നെ ഇതിൻ്റെ മസാലയും ഒക്കെ കൂടെ ഒരു എന്തൊക്കെയോ മസാലകളൊക്കെ ഇതിനകത്ത് നിറച്ചൊക്കെയാണ് ഉണ്ടാക്കണത്. പണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വർഷങ്ങളൊക്കെ മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ഉണ്ടാക്കാറില്ല. കുറച്ച് ടൈം ടേക്കിങ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ ടീച്ചർ ഉണ്ടാക്കിയപ്പോൾ കൊണ്ടുവന്നെന്താ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറുണ്ടാകാൻ പോവാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ലഞ്ച് കഴിഞ്ഞ് ഞാനിതാ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഈ പാത്രങ്ങളൊക്കെ കഴുകി ഇനി ബാക്കി ജോലികളിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ചോറൊന്നും ഞാനിനി വേറെ പാത്രത്തിലേക്ക് പാക്ക് ചെയ്യണമെന്നില്ല. കാരണം ഇത്രയും ചോറൊക്കെ മതി ഞങ്ങൾക്ക് വൈകുന്നേരത്തിന്. അപ്പോൾ ഇനി വേറെ പാത്രത്തിലേക്ക് വയ്ക്കാനില്ല. ഇതിങ്ങനെ അടച്ച് ഇതേപോലെ തന്നെ എടുത്ത് നീക്കി വയ്ക്കുന്നുള്ളൂ. പക്ഷെ കറിയൊക്കെ ഇനി കുറച്ചുള്ളൂ. അപ്പോൾ കറി മാറ്റി വയ്ക്കാൻ പോവാം. ഞങ്ങൾക്ക് ഉച്ചക്കലത്തേക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കാനൊന്നും ടൈം കിട്ടാറില്ല കേട്ടോ. അതൊക്കെ വൈകുന്നേരമാണ്. നമ്മൾ സ്പെഷ്യലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയും വൈകുന്നേരം ഉണ്ടാക്കണം. കറിയും തോരനൊക്കെ എന്തായാലും പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ കഴുകി വെക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് ബാക്കി ജോലികളൊക്കെ തുടങ്ങാൻ. പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്തൊക്കെ വെച്ചു. സിങ്കൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റവും സ്ലാബൊക്കെ ഒന്ന് നല്ലപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാനുണ്ട്. അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ജോലികളൊക്കെ ഉച്ച വരെയുള്ള ജോലികളൊക്കെ തീർന്നു എന്ന് തന്നെ പറയാം. ഇതേട്ടോ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ള എൻ്റെ ലിക്വിഡ് ഇതാണ്. ഇത് വെച്ചാണ് ഞാൻ ക്ലീൻ ചെയ്യാറ് എപ്പോഴും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കാര്യങ്ങളൊക്കെ കിട്ടും.
ഇതിനകത്ത് നമ്മൾ വിനീഗറൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് വിനീഗർ അതുപോലെ ഡിഷ് വാഷ് അതൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ കേട്ടോ. പാറ്റ കാര്യങ്ങളൊന്നും അധികം വരില്ല. ഇതിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല തിളക്കമൊക്കെ കിട്ടും. നമ്മുടെ സ്റ്റൗവിൻ്റെ ഈ പ്ലേറ്റുകൾക്കൊക്കെ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അപ്പോൾ ഞാനിതാണ് സ്ഥിരം യൂസ് ചെയ്യാറ്. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ എൻ്റെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ അടുത്ത പണി എന്ന് പറയുന്നത് നാളെ രാവിലത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ ഇഡ്ഡലിക്കായിട്ട് ഞാൻ എന്താ അവിടെ അരിയും അതുപോലെ തന്നെ കുറച്ച് ചവ്വരിയും കൂടെ, പച്ചരിയും അതുപോലെ തന്നെ കുറച്ച് ചവ്വരിയും കൂടെ കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ഉഴുന്ന്, ഉലുവ അങ്ങനത്തെ ഐറ്റം. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന വെള്ളം ഒഴിച്ച്. അപ്പോൾ ഈ വെള്ളം നല്ല തണുത്തിരിക്കണം കേട്ടോ. ഈ പാത്രത്തിലത്തെ വെള്ളം എന്ന് പറയുന്നത് നല്ല തണുത്തിരിക്കുന്ന വെള്ളം. അപ്പോൾ ഈ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് ഞാൻ ഇഡ്ഡലിക്കുള്ളത് അരച്ച് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ അരയ്ക്കാൻ പോകുമ്പോൾ ജാറിലേക്കൊക്കെ ഒന്ന് വാരിയെടുത്ത് എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി മാവ് റെഡിയാക്കി വയ്ക്കാം. ഞാൻ ആദ്യം അരച്ചെടുക്കുന്നത് ഉഴുന്നാട്ടോ. ഉഴുന്നരച്ചതിന് ശേഷമാണ് നമ്മുടെ അരിയും ചവ്വരിയൊക്കെ അരച്ചെടുക്കുന്നത്. നമ്മൾ ചവ്വരി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു വൈറ്റിഷ് കളറൊക്കെ കിട്ടാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടാനും നമുക്ക് ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനൊക്കെ ആയിട്ടുണ്ട് നമ്മളിത് ചേർക്കണം. അപ്പോൾ ഞാൻ രാവിലെ ഇത് കഴുകി വെള്ളം ഒഴിച്ചിട്ടിരുന്നതാണ്. ഇതും നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് എടുത്ത് അരച്ചെടുക്കാം. ഞാൻ അരച്ച് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. അതാണ് നമ്മൾ ഫൈനൽ അരയ്ക്കേണ്ടത്. ജാറിലിട്ട് അരച്ചെടുത്തു. അപ്പം നമ്മൾ രാവിലെ അരി കുതിരാനായിട്ട് വെള്ളത്തിൽ ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ ചവ്വരിയും കൂടെ ഇട്ട് വയ്ക്കണമെങ്കിൽ നല്ലപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ പേസ്റ്റ് ഇതാ നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ല വൈറ്റ് കളറായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഉഴുന്ന് ചേർത്ത് നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഇത്തിരി കളറൊക്കെ കുറയും, എന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താ ബാക്കി എല്ലാം അരച്ച് കഴിഞ്ഞതായിരുന്നു ലാസ്റ്റ് ട്രിപ്പ്. ഇനി എന്താ അങ്ങനെ കയ്യിൽ തന്നെ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം. എല്ലാം നമ്മൾ ചേർത്ത ഐറ്റംസ് എല്ലാം ഒരേപോലെ ഒന്ന് മിക്സായി കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് വെക്കാറ്. അപ്പോൾ കൈയൊക്കെ ഞാൻ നല്ലപോലെ വാഷ് ചെയ്ത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ആക്കണം. നമ്മൾ സ്പൂണൊക്കെ വെച്ച് ഇളക്കുന്നതിനേക്കാളൊക്കെ നമുക്ക് കൂടുതൽ നല്ലത് നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഇളക്കണ്ട കേട്ടോ. അപ്പോഴാ മിക്സൊക്കെ ഒന്ന് നല്ലപോലെ ബാറ്റർ റെഡി ആക്കിയിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റോളം ഞാൻ നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് എടുത്ത് വയ്ക്കാം. നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാവുന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് പോയിട്ട് ഇത്തിരി സമയം റെസ്റ്റ് ചെയ്യണം. സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഇത്തിരി നേരമൊക്കെ ഒന്ന് കിടക്കണം. എന്നാൽ വീണ്ടും ഒന്ന് ഫ്രഷായി ബാക്കി ജോലികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഉറങ്ങി എണീറ്റിട്ട് വേണം എനിക്ക് അടിച്ചു വരാനും ഒത്തിരി ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് ജോലി ഇത് അരച്ച് വെച്ചില്ലെങ്കിൽ ഇപ്പം അരച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ രാവിലത്തേക്ക് കുളിച്ച് കിട്ടുമോ പൊന്തി കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്കൊരു ഡൗട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അരച്ച് വെച്ചത്. അപ്പോൾ അരച്ച് വെക്കുന്ന ജോലി തീർത്തു. ഇനി ഞാൻ പോയി റെസ്റ്റൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. നിങ്ങളുടെ കുട്ടി വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. എങ്കിലേ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ ഇടാൻ 5 കൊല്ലത്തെ എക്സാമൊക്കെ കാരണം കൊണ്ട് എനിക്ക് ഡെയിലി വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബൈബിൾ എഴുതാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച്
വീട്ടിലെ തിരക്കുകളും അതുപോലെ സ്കൂളിലെ ജോലി തിരക്കും ഒക്കെ കൂടെ കാരണം കൊണ്ടാട്ടോ നമുക്കിങ്ങനെ ഗ്യാപ്പൊക്കെ വന്നു പോകുന്നത്. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ല അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.